ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ചത്തെ സെക്കൻഡ് എവിക്ഷൻ സുരേഷ് മേനോൻ. സുരേഷിന്റെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ലാലേട്ടന്റെ കോ ആക്ടറായിട്ട് അഭിനയിച്ച ഒരു ആക്ടറായിട്ട് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു എൻട്രി. അതിനുശേഷം ഫസ്റ്റ് വീക്കിൽ രതീഷിനെതിരെ വളരെ മികച്ചൊരു ഗെയിം കാഴ്ചവെക്കുന്നു. ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ, ഷട്ടപ്പ് എന്നൊക്കെ പറഞ്ഞ, അതിലൂടെ നെഗറ്റീവ് ഉണ്ടാവുന്നു പുറത്ത്. സുരേഷിന്റെ ജെൻഡർ ഓറിയന്റേഷൻ വരെ ഒരു ചോദ്യചിഹ്നത്തിലാവുന്നു, ആളുകളെ ചർച്ചയാകുന്നു. ആ ഒരു അങ്കംവെട്ടൊക്കെ രതീഷ് പുറത്തായി കഴിഞ്ഞ് അങ്ങ് അവസാനിക്കുന്നു. സെക്കൻഡ് വീക്കിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ ആഴ്ച സുരേഷ് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്കും തകർന്നു പോയ, അടിഞ്ഞു പോയ, വയ്യാത്ത ഒരു ഗെയിം സ്ട്രാറ്റജി. ഒരു രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻസും ഈ ഒരു ഷോയിലേക്ക് കൊടുക്കാത്ത ഒരു കണ്ടസ്റ്റന്റ്. രണ്ടാഴ്ചത്തെ എല്ലാവരുടെയും ഗ്രാഫ് എടുത്താലും ഏറ്റവും താഴെ പോയ ഒരു ഗ്രാഫാണ് സുരേഷിൻ്റെത്. എന്തുകൊണ്ടും സെക്കൻഡ് വീക്കിലെ ഡബിൾ എവിക്ഷനിൽ പുറത്താവേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു സുരേഷ് മേനോൻ. ഡിസേർവിങ് എവിക്ഷൻ. എന്നിരുന്നാലും സുരേഷ് നല്ലൊരു ഹ്യൂമൻ ബീങ് തന്നെയാണ്. അവിടെയുള്ള എല്ലാവരെയും വളരെ നന്നായി കെയർ ചെയ്ത് വെറുപ്പിക്കാതെയാണ് സുരേഷ് നിന്നത്. അതൊരു നല്ല വശമാണ് എന്ന് എടുത്തു പറയാം. പിന്നെ ലാംഗ്വേജ് ബാരിയർ ഒരു മേജർ റീസൺ ആണ് സുരേഷിന്റെ ഗെയിമില്. ജാൻമുണിയെ ഒക്കെ പോലെ സബ് ടൈറ്റിൽ ഇടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല എങ്കിലും മലയാളം നേരെ അറിയാൻ മേലാത്തത് ഒരു വലിയ നെഗറ്റീവായി സുരേഷിന്റെ. കാര്യങ്ങൾ കൺവേ ചെയ്യാൻ നല്ല രീതിയിൽ സുരേഷ് അവിടെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ രീതിയിലും വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു സുരേഷിൻ്റെത്.